ഹായ് ഫ്രണ്ട്സ്, ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലി സ്റ്റാൻഡേർഡ് 4 ഒന്നാമത്തെ യൂണിറ്റിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന ഒരു കവിത കൂടിയുണ്ട്. പാഠഭാഗം നമുക്കൊന്ന് നോക്കാം. കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്ത് രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? സൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിൽ, മൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി ചെയ്തിരുന്നത്. മൈക്കിളു ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സം പറഞ്ഞു. പക്ഷേ അതിനൊന്നും കുട്ടി മറുപടി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിളു ചേട്ടൻ സൈക്കിൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആകാശത്തേക്ക് പോകാൻ വേണ്ടി, ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി ഒരു കുട്ടിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അവൻ സൈക്കിളിലാണ് ചന്ദ്രനിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവൻ എന്താണ് ചെയ്തത്? മൈക്കിള് ചേട്ടൻ്റെ സൈക്കിൾ കടയിൽ നിന്ന് ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്തു. അതിൽ കയറിയാണ് അവൻ ചന്ദ്രനിലേക്ക് പുറപ്പെടുന്നത്. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതകപ്പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും? ഇതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. സൈക്കിള് ചവിട്ടാൻ. അടുത്ത ടോപ്പിക്കാണ് സൈക്കിള് ചവിട്ടാൻ. അപ്പോൾ മൈക്കിള് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സൈക്കിൾ വാടകയ്ക്കെടുത്ത കുട്ടി ചന്ദ്രനിലേക്ക് പോവുകയാണ്. അവൻ സൈക്കിള് ചവിട്ടി ചന്ദ്രനിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കവിത എഴുതിയത് പി രാമചന്ദ്രനാണ്. കവിത നമുക്ക് നോക്കാം. മൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാലെടുത്തോ, പോയിട്ട് വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി. ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി, അവിടെന്നും ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനിയെന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദ്രനെന്ന്. എവിടുത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിള് ചവിട്ടാൻ. ഇതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താണ് ഇതിൻ്റെ ആശയം? സൈക്കിളുമായി മൈക്കിള് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സൈക്കിൾ വാങ്ങിക്കൊണ്ട് കുട്ടി ചന്ദ്രനിലേക്ക് പോവുകയാണ്. അവിടുത്തെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹത്തോടെ യാത്ര പുറപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ യാത്രയിൽ അവൻ പോകുന്ന വഴി പലതരത്തിലുള്ള കാഴ്ചകൾ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ അവൻ സൈക്കിളിൽ കയറിയിട്ട് തെങ്ങിന്മേലോട്ട് ചവിട്ടി കയറി. അവിടെ നിന്ന് ആകാശത്ത് കയറി. ആകാശത്തിലെത്തിയപ്പോൾ എന്താ കണ്ടേ? മേഘത്തിലൊരു പയ്യനിരിക്കുന്നു. എന്താണ് ആ പയ്യൻ്റെ പേര്? ചന്ദ്രൻ. ചന്ദ്രൻ എന്താണ് പറയുന്നത്? എനിക്ക് ഭൂമിയിലേക്ക് പോരണം. ഭൂമിയുടെ മനോഹരമായ കാഴ്ചകൾ എനിക്ക് കാണണം. അപ്പോൾ എങ്ങനെ പോരും? തന്നോടൊപ്പം ഭൂമിയിലേക്ക് ചന്ദ്രനെയും കൊണ്ട് അവൻ വരുന്നു. എന്തിനാണ് ചന്ദ്രൻ ഭൂമിയിലേക്ക് വരുന്നത്? ഇവിടെ സൈക്കിള് ചവിട്ടാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനുമാണ്.
അപ്പോൾ ഇവിടെ കുട്ടി ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്, ചന്ദ്രനിലേക്ക് പോകാൻ അല്ലേ. അവൻ ഭൂമിയിലെ കാഴ്ചകൾ നിരന്തരം കാണുന്നതാണ്. പക്ഷേ അവൻ്റെ ആഗ്രഹം എന്താണ്? ആകാശത്തിന്മേൽ കയറിയിട്ട് ചന്ദ്രനെ കാണണമെന്നാണ്. പക്ഷേ ചന്ദ്രൻ്റെ ആഗ്രഹം എന്താണ്? ഭൂമിയിലെ വിവിധങ്ങളായ മനോഹരമായ കാഴ്ചകൾ കാണണമെന്നാണ് ചന്ദ്രൻ്റെ ആഗ്രഹം. ഇതാണ് ഈ കവിതയുടെ ആശയം. പാഠം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ബൈ.